നമസ്കാരം. ഭാരതത്തിൽ നിന്ന് അമേരിക്കയിൽ എത്തിപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ എത്തിപ്പെട്ടാൽ ചിലർ അവരുടെ സ്വഭാവം പെട്ടെന്ന് മാറ്റും. അവർക്ക് പിന്നെ സ്വന്തം രാജ്യത്തിനെതിരെ തെറിവിളിയായി, ബഹളമായി. അത്തരത്തിലൊരാളാണ് ഈ ആൽബിച്ചൻ മുരിങ്ങയിൽ എന്ന് പറയുന്നത്. നിരന്തരം ഇയാൾ ഭാരതത്തിനെതിരെ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത് ഒരു പതിവാണ്. ഭാരതത്തിനെ ചീത്ത വിളിച്ചുകൊണ്ടൊക്കെയാണ് പോസ്റ്റ് ഇടുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ ഇമിഗ്രേഷൻ കസ്റ്റംസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ഉടനെ ഡീപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പിന്നീട് വാർത്തയിലേക്ക് വരാം. ഇന്ത്യ എൻ്റെ രാജ്യമല്ല, പ്രതിജ്ഞ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ എൻ്റെ രാജ്യമല്ല, ഒരു ഇന്ത്യക്കാരനും എൻ്റെ സഹോദരി സഹോദരന്മാരല്ല. ഞാൻ ഒരു തെറിയവേടാണ്. ഞാൻ ദേശായ രാജ്യത്തെ വെറുക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമല്ലാത്ത അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ നാണിച്ച് തല താഴ്ത്തുന്നു. ഇന്ത്യ എൻ്റെ തന്തയും അല്ല തള്ളയുമല്ല, വെറും ദേശായ രാജ്യം മാത്രമാണ്. ഞാൻ ദേശായ രാജ്യത്തെ ഒരു നാട്ടുകാരൻ ഡാഷ് മാസം 5000 രൂപ ശമ്പളം പോലും കിട്ടില്ല. ഇന്ത്യ തുലയട്ടെ, ഭാരതം എന്നും പറഞ്ഞുകൊണ്ട് തെറി പലതവണ ആവർത്തിച്ച് അദ്ദേഹം ഒരേ തെറി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒരു പ്രതിജ്ഞ, അദ്ദേഹം എന്ന് പറയുന്നതിൽ ക്ഷമിക്കണം, നാവിലറിയാതെ വന്നു പോയതാണ്. അയാൾ എന്നതിനപ്പുറം മറ്റൊരു ബഹുമാന പുരസ്സരം ഇദ്ദേഹത്തെ സംബോധന ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. അയാൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രതിജ്ഞയാണ് ഈ രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇയാളെ ഉടൻ തന്നെ ഡീപ്പോർട്ട് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇയാളുടെ ഈ അറസ്റ്റിനെ സംബന്ധിച്ച് നിതിൻ മോളി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് കൂടി ഒന്ന് വായിക്കാം. ആൽബിച്ചൻ മുരിങ്ങയിൽ എന്ന ആൽബിൻ മാത്യുവിനെ അമേരിക്കയുടെ ICE ഡിപ്പാർട്ട്മെൻറ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മതിയായ രേഖകളില്ലാതെ US-ലെത്തുന്ന വിദേശികളെ കണ്ടെത്തി തിരിച്ച് അവരവരുടെ രാജ്യങ്ങളിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ് ICE, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 25-നാണ് ആൽബിൻ അറസ്റ്റിലായത്. ഫെബ്രുവരി 25 മുതൽ അയാളുടെ FB അക്കൗണ്ടും ആക്റ്റീവല്ല. നിലവിൽ ജയിലിലാണ് ആൽബിൻ ഉള്ളത്. കാനഡ വഴിയാണ് ആൽബിൻ US-ൽ എത്തിയതെന്ന് മുൻപ് ഇയാൾ ഷെയർ ചെയ്ത പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലായിരുന്നു. എന്നാൽ പിന്നീട് US പാസ്പോർട്ട് കിട്ടിയ പോലെ ആയിരുന്നു ഇയാളുടെ പെരുമാറ്റം. ഇന്ത്യയുടെ ദേശീയ പതാക, ദേശീയ ഗാനം, പ്രതിജ്ഞ, ദേശീയ ബിംബങ്ങൾ തുടങ്ങി ഇന്ത്യയെ തന്നെ വളരെ മോശവും അസഭ്യം നിറഞ്ഞ അധിക്ഷേപങ്ങൾ ഇയാൾ നിരന്തരം ചൊരിയുമായിരുന്നു, സ്ഥിരമായിട്ട് നടത്തുമായിരുന്നു. നിരവധി കേസുകൾ പല സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ പലരും നൽകിയിട്ടുണ്ട്. എന്നാൽ അയാൾ അമേരിക്കയിലായതിനാൽ നമ്മുടെ പോലീസ് നിസ്സഹായരായിരുന്നു. ഇപ്പോൾ അമേരിക്ക ആൽബിനെ ഡീപ്പോർട്ട് ചെയ്യാൻ പോകുകയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമല്ലെന്ന് പ്രഖ്യാപിച്ച ഇവൻ എവിടേക്ക് പോകുമെന്നറിയാൻ താല്പര്യമുണ്ട്. കയ്യിലും കാലിലും വിലങ്ങിട്ട് ട്രംപ് ഇവനെ തിരിച്ചയക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അതിന് ഇത്രയും പെട്ടെന്ന് നടപടിയാവുമെന്ന് കരുതിയില്ല. ഇന്ത്യയിൽ തിരികെ എത്തിയാലും ഇവൻ്റെ ശരിക്കുള്ള കഷ്ടകാലം അവിടെ ആരംഭിക്കുകയായി. പ്രിയപ്പെട്ട പിന്നെ ഇയാളുടെ തന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇയാൾ ചില രാഷ്ട്രീയ അഭിപ്രായമൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ഒരു ആളാണ്. RJDയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ KM മാണി മരിച്ച ദിവസം ഇയാളൊരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. പോലീസ് ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ RJD ലാലു പ്രസാദ് യാദവ് ഉടൻ തന്നെ ഇടപെടും, അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഈ RJDയുടെ സംസ്ഥാന പ്രസിഡന്റ് തടഞ്ഞ പോലീസിനെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് നാട്ടുകാർ ഇയാളെ അടിച്ചോടിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. അങ്ങനെയുള്ള ഒരു സവിശേഷ വ്യക്തിത്വമാണ് ഈ ആൽബിച്ചൻ മുരിങ്ങയിൽ. എന്തായാലും ആൽബിച്ചൻ മുരിങ്ങയിൽ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആൽബിച്ചൻ മുരിങ്ങയിലിന് പെട്ടെന്ന് രാജ്യത്തെയൊക്കെ മറന്നുപോയി. പിന്നെ നിരന്തരം തെറിവിളിയായി. ഈ രീതിയിൽ ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ഒരു ആൾ ഈ അടുത്ത സമയത്ത് ഈ ന്യൂസിലാൻഡിൽ പൗരത്വം നേടിയെടുത്തതിന് ശേഷം വല്ലാത്ത പോരും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെയാണ്. ഇങ്ങനെയും ചില ആൾക്കാരെ രാജ്യം തീറ്റിപ്പോറ്റുന്നുണ്ട്. ഇയാൾ ഒരു ഫേസ്ബുക്കിൽ ചില പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഇയാളുടെ ഒരു പോസ്റ്റ് വളരെ രസകരമായ പോസ്റ്റാണ്. അതിൽ ഷോൺ ജോർജ് പൊറുക്കണം, പാലായിൽ
എൻ്റെ വ്യക്തിപരമായ നിലപാടും സമുദായ സംഘടനയായ ക്രിസ്ത്യൻ ലീഗിൻ്റെ, ഞങ്ങളുടെ പാർട്ടി കേരള സിവിലിയൻ ലീഗിൻ്റെയൊക്കെ പിന്തുണ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പനാണ് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അതുകൊണ്ട് ഷോൺ ജോർജ് ക്ഷമിക്കണം, ഇനി സപ്പോർട്ട് വല്ലതും വേണമെങ്കിൽ വീട്ടിൽ അച്ഛനെ വിളിച്ചാൽ മതി എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും നാട്ടിലുള്ളവർ പലരും ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അദ്ദേഹം ചെയ്ത തെറ്റല്ല, ഇങ്ങനെ ഒരു മകൻ ഉണ്ടായിപ്പോയി എന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനാണ്, ചില ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ, ഇത്തരത്തിലുള്ള ചില ജന്മങ്ങളുണ്ട്. ആ ജന്മങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സ്വന്തം നിലപാടുകൾ, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനെതിരെ, അല്ലെങ്കിൽ തന്നെ അത്രയും നാൾ തീറ്റിപ്പോറ്റിയ രാജ്യത്തിനെ ഇവർ പെട്ടെന്ന് മറന്നുപോയതിന് ശേഷം ഇത്തരം പോസ്റ്റുകളൊക്കെ ഇവർ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തും. ചിലപ്പോൾ ചില ആൾക്കാരെ തെറി വിളിക്കും. പിന്നെ നമുക്കിവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഒരു സ്വഭാവം അത്തരത്തിലാണ് അവർ രൂപീകരിച്ചിട്ടുള്ളത്. നട്ടലിനുറപ്പില്ലാത്ത, വാക്കിന് പ്രത്യേകിച്ച് ശേഷിയില്ലാത്ത, തൊലിക്കെട്ടി ധാരാളമുള്ള ഇത്തരം ജന്മങ്ങൾ നമുക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാം. അതിലൊരാളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ന്യൂസിലാൻഡിൽ പോയതിന് ശേഷം തൻ്റെ പാസ്പോർട്ടൊക്കെ എടുത്ത് കളയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. വളരെ രാജ്യത്തിനെ അപമാനിക്കുന്ന തരത്തിൽ വീണ്ടും തിരിച്ചിങ്ങോട്ട് പല കാര്യങ്ങൾക്കും വരേണ്ടതാണെന്നുള്ള കാര്യം ഇവർ മറന്നു പോകാറുണ്ട്. എന്തായാലും ആൽബിച്ചന് അത്തരത്തിലുള്ളൊരു യോഗം സംഭവിച്ചിട്ടുണ്ട്. നേരെ ഭാരതത്തിലേക്ക് വരുമ്പോൾ പിന്നീട് ഇവിടുത്തെ നിയമവ്യവസ്ഥ നല്ല രീതിയിൽ ഇദ്ദേഹത്തിന് ഒരു ചികിത്സ കൊടുക്കുന്നതാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.